Hi friends, welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റവ ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു ഇൻസ്റ്റൻറ്റ് റവ ദോശ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് റവ വേണമെങ്കിലും എടുക്കാം. റോസ്റ്റഡ് ആവണമെന്നൊന്നുമില്ല. ഞാനെടുത്തത് റോസ്റ്റഡ് അല്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ചേർക്കുന്നത് നമ്മളൊരു ബൈൻഡിങ് കിട്ടാനും ദോശ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലോ കിട്ടാനുമാണ്. പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവാണ്. കടലമാവ് ദോശയ്ക്ക് നല്ലൊരു ടെക്സ്ചർ കൊടുക്കാനും നല്ലൊരു കളർ കൊടുക്കാനുമാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ഫൈൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം റവ തൈരൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വിസ്ക് ചെയ്യാം. ഇതിൽ തീരെ ലംസ് ഒന്നും പാടില്ല. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം വിസ്ക് ചെയ്യാൻ. ബാറ്റർ തീരെ ലൂസാവാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ദോശ ശരിക്കും പരത്തിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൽ ലംസ് ഒന്നുമില്ല. നന്നായി വിസ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യുക. റവ പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വിസ്ക് ചെയ്യണം. ഒരു പെർഫെക്റ്റ് ദോശ ബാറ്റർ കൺസിസ്റ്റൻസി ആവുന്നവരെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ദോശയ്ക്ക് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാനാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് മൂടി വെക്കാം. അരമണിക്കൂറിൻ്റെ ടൈം ഗ്യാപ്പിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പൊട്ടാറ്റോ ബാജി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 ബോയിൽഡ് പൊട്ടാറ്റോസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. വല്ലാണ്ട് പേസ്റ്റ് ആക്കാതെ കുറച്ചൊക്കെ പീസസ് ഉള്ള രീതിയിൽ വേണം അത് ഉടച്ചെടുക്കാൻ. ഇപ്പം ഞാനൊരു പാനിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടലപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ലോ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ പരിപ്പുകളൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി ചോപ്പ് ചെയ്തത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസ്ഡ് സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഉള്ളിയുടെ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സ്ലൈറ്റായിട്ട് ഫ്രൈ ആയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ മസാല കരിഞ്ഞു പോവാതിരിക്കാനാണ്. പൊട്ടാറ്റോ ഇടുന്ന സമയത്ത് ഈ മസാലയൊക്കെ ശരിക്കൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാഷ് ചെയ്ത് വെച്ച ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
നമ്മൾ ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇത് ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റും. മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കും. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പൊട്ടാറ്റോ പീസസൊക്കെ കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ ഈ സ്പാറ്റ്യൂല വെച്ചിട്ട് തന്നെ ഒന്നിങ്ങോട്ട് ഉടച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ മസാല ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ബജി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഇൻസ്റ്റൻറ്റ് ദോശ ആയതുകൊണ്ട് ഒന്നെങ്കിലും നമുക്ക് ഇനോ ഫ്രൂട്ട് സോൾട്ടോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഇനോ ഫ്രൂട്ട് സോൾട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അഥവാ നിങ്ങൾ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ 1/4 ടീസ്പൂൺ മതി. ഇനി ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മാവൊന്ന് പതഞ്ഞ് പൊങ്ങുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം സാധാരണ നമ്മൾ ദോശമാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഏത് ടെക്സ്ചറാണോ കിട്ടുന്നത് അതേപോലെ ആയി വന്നിട്ടുണ്ട്. മാവ് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു തവ ചൂടാക്കിയിട്ടുണ്ട്. തവ വല്ലാണ്ട് ചൂടാവാൻ പാടില്ല. അഥവാ ചൂടാവുകയാണെങ്കിൽ കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് അതൊരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അതോ തുണി കൊണ്ടോ തുടച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ദോശ പരത്തിയെടുക്കാൻ പറ്റൂല. ഇനി ഞാനിതിലേക്ക് 2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പതുക്കെ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം ദോശ പരത്തിയെടുക്കുമ്പം ഈ സ്മൂത്തായിട്ടുള്ള ഫ്ലോ കിട്ടുന്നത് നമ്മൾ ആഡ് ചെയ്ത ഗോതമ്പ് പൊടിയും കടലമാവും കൊണ്ടാണ്. ഇനി ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാൽ റവ ദോശ നന്നായി കിട്ടൂല. ഇപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം മുകൾ ഭാഗം ഒന്നിങ്ങനെ ഡ്രൈ ആയി വരുമ്പം ഒരു 2 ടീസ്പൂൺ ഓയിലോ നെയ്യോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചട്ടകം കൊണ്ട് നമുക്കിത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ശരിക്കും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ദോശയുടെ കളറൊക്കെ കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ദോശയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതേപോലെ തന്നെ ദോശ ചുട്ടെടുക്കാം. ദോശത്തവ ഒരിക്കലും അധികം ചൂടാവരുത്. അതിനു വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ദോശ പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഗോതമ്പ് പൊടിയും കടലമാവും പഞ്ചസാരയും തീർച്ചയായിട്ടും റവയിൽ ചേർത്ത് കൊടുക്കണം. എന്നാലേ നിങ്ങളെ ദോശ നന്നായി കിട്ടുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.